OBS സ്റ്റുഡിയോ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും സ്ട്രീം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ OBS സ്റ്റുഡിയോ ഉപയോഗിച്ച് എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് സെറ്റിംഗ്സ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ സെറ്റിംഗ്സ് ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആവശ്യമുള്ളത് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ഔട്ട്പുട്ട് മോഡ് എന്നുള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇത് സിമ്പിൾ എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ ഉള്ളത് വീഡിയോ ബിറ്റ് ആണ്. ഈ വീഡിയോ ബിറ്റ് എന്നുള്ളത് 3000 തൊട്ട് 10000 വരെ ഉള്ളതിൽ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 10000 ആണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് വീഡിയോ എൻകോഡർ ആണ്. അപ്പോൾ വീഡിയോ എൻകോഡർ ഞാനിവിടെ AMD H.264 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ സിസ്റ്റം അനുസരിച്ചായിരിക്കും. എന്തായാലും H.264 എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ എൻകോഡർ പ്രീസെറ്റ് എന്നുള്ളതിൽ ക്വാളിറ്റി എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഉള്ളത് റെക്കോർഡിംഗ് പാത്ത് ആണ്. ഏതിലേക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ റെക്കോർഡിംഗ് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി മീഡിയം സൈസ് എന്നുള്ളത് കൊടുക്കാം. ഫോർമാറ്റ് MP4 ആയിട്ട് കൊടുക്കാം. പിന്നെ റെക്കോർഡിങ്ങിൽ നമുക്ക് വീഡിയോ എൻകോഡർ HEVCO H.264 കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത്രയും കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഓഡിയോ എന്ന ഓപ്ഷനിലേക്ക് പോകാം. ഓഡിയോയിൽ സാമ്പിൾ റേറ്റ് 48 കൊടുക്കാം. പിന്നെ ചാനൽ സ്റ്റീരിയോ ആക്കി കൊടുക്കാം. ഡെസ്ക്ടോപ്പ് ഓഡിയോ സ്പീക്കേഴ്സ് എന്നുള്ളത് കൊടുക്കാം. പിന്നെ ഉള്ളത് മൈക്സ് ആണ്. നമ്മളിവിടെ എത്ര മൈക്ക് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോ എന്ന ഓപ്ഷനിലേക്ക് പോകാം. വീഡിയോയിൽ ഫസ്റ്റ് റെസൊല്യൂഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് നമ്മുടെ സിസ്റ്റം അനുസരിച്ച് മാക്സിമം കൊടുക്കാം. പിന്നെ ഇവിടെ ഉള്ളത് ഫ്രെയിം വാല്യൂസ് ആണ്. ഇത് നമുക്ക് 60 30 കൊടുക്കാം. ഞാനിവിടെ 30 ആണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഹോട്ട് കീസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഹോട്ട് കീസിൽ നമുക്ക് നമ്മുടെ പ്രീസെറ്റ് ആയിട്ട് കീസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാനുമൊക്കെ ആയിട്ട് ഇവിടെ കീ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സെറ്റിംഗ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി നമുക്ക് താഴെ കാണുന്ന അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സീൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സീൻസ് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് സോഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സോഴ്സിന് താഴെയുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കുറേയധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഡിസ്പ്ലേ ക്യാപ്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ ക്യാപ്ചർ മെത്തേഡ് ഓട്ടോമാറ്റിക് കൊടുക്കാം. ഡിസ്പ്ലേ എന്നുള്ളിടത്ത് നമുക്ക് 1920 1080 കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇതിന് മുകളിലുണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. ഇവിടെ ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഓഡിയോ മിക്സർ എന്നുള്ളിടത്ത് നമുക്ക് സെലക്ട് ചെയ്ത് ആവശ്യമെങ്കിൽ ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ കൊടുത്ത പാത്തിലേക്ക് ഇത് സേവ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ OBS ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.